നമ്മൾ വീണ്ടും പിന്നെയും പൂക്കുന്ന ചില്ലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന പാഠത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇത് ആരാണ് എഴുതിയത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായി സംസാരിച്ചാണ്. ശ്രീ പൊൻകുന്നം വർക്കി അല്ലെ. അദ്ദേഹത്തിന്റെ കഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മളിവിടെ വരെയാണ് എടുത്തത്. വളരെ എടുത്ത് നോക്ക്. അപ്പോ ആ മാർക്കോസ് തന്റെ പുരയിടത്തിൽ പണി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് 2-3 പരിഷ്കാരികളായ ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. അവരെന്തിനാണ് വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പരിഷ്കാരികളായ ആ ചെറുപ്പക്കാരെ സ്വീകരിക്കത്തക്ക ശക്തിയുള്ളതായിരുന്നില്ല അവർക്ക് നൽകാൻ ഒരു കസേര പോലും അവിടെയില്ല. തിണ്ണയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും കുപ്പയും കൈച്ചുറുക്കോടുകൂടി റാഹിൽ തൂത്തുവാരി അവൾ അതിഥികൾക്ക് ഇരിക്കാൻ ഒരു പായ നിവർത്തി. അപ്പോ ആ ചെറുപ്പക്കാർ പരിഷ്കാരികളായ വസ്ത്രം ധരിച്ച പരിഷ്കാരം കാർന്ന വസ്ത്രം ധരിച്ച ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. അവരെ സ്വീകരിക്കത്തക്ക തരത്തിലുള്ള വീടായിരുന്നില്ല പാവം നമ്മുടെ മാർക്കോസിന്റെ വീട്. ഓടിച്ചെന്ന് ഇവർ വരുന്ന കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് നമ്മുടെ റാഹേൽ അവിടെയുള്ള ചപ്പും ചവറൊക്കെ തൂത്തുവാരി അവർക്ക് ഇരിക്കാൻ വേണ്ടി പായ വിരിച്ചു കൊടുത്തു. അപ്പൊ അന്നൊക്കെ എങ്ങനെയാണ് ഒരു നല്ല കസേര പോലും സാധാരണ അന്നത്തെ നാട്ടിൻപുറങ്ങളിൽ ഇരിക്കാൻ വേണ്ടി ആളുകൾ വന്നാൽ പായാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരാൾക്ക് വേണ്ടി മാത്രം ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ പായ എന്നുണ്ടായിരുന്നു. തടുക്ക് എന്നാ പറയുന്നത്. അത് 1 മീറ്റർ സ്ക്വയർ സാധനമാണ്. പനയോല കൊണ്ട് മെടഞ്ഞെടുത്ത 1 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു പായ, ചെറിയ പായ, തടുക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ്. പിന്നെ അത് തഴപ്പായകളായി, പുൽപ്പായകളായി, അങ്ങനെ ഓരോ തരത്തിൽ. ഇന്ന് ആ പുൽപ്പായും തഴപ്പായും ഒക്കെ മാറി പകരം പ്ലാസ്റ്റിക് പായകളായി വന്നിരിക്കാം. പ്ലാസ്റ്റിക് വൽക്കരണത്തിന്റെ കാരണമാണ് എല്ലാം പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് നമ്മുടെ ലോകത്തെ എന്തുമാത്രം ദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വേറൊരു സത്യം. എങ്കിലും നാം പ്ലാസ്റ്റിക്കിന്റെ ലോകത്തൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് പോട്ടെ, അത് വേറൊരു ഭാഗം. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. അപ്പൊ അവർക്ക് ഇരിക്കുവാൻ വേണ്ടി അവരെ സൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു പായ വിരിച്ചു കൊടുത്തു. വേണ്ട, ഞങ്ങൾക്ക് ഇരിക്കണമെന്നില്ല, ഇവിടെ വാഴ എത്രയുണ്ട്. അപ്പോൾ അവർ വന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല, ഞങ്ങൾ വന്ന മറ്റൊരു കാര്യത്തിനാണ്. ഇവിടെ എത്ര വാഴയുണ്ട് അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ഇടിവെട്ടേൽക്കുന്ന പോലെ വൃദ്ധൻ അയാൾ ഞെട്ടിപ്പോയി. ഇടിവെട്ടേൽക്കുന്ന തരത്തിലാണ് അയാൾ ഞെട്ടിപ്പോയി. കാരണം എന്താ, മുൻപ് മറ്റു പലരും പറഞ്ഞു വന്നിരുന്നു, വാഴയ്ക്ക് രോഗം ബാധിക്കുന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള മറ്റൊരു വാഴകൾക്ക് രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി വാഴകൾ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയുമായി സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ദൈവമേ, കർത്താവേ, അവരെങ്ങാനുമാണോ വന്നത് താൻ തന്റെ മക്കളെ പോലെ വളർത്തിയെടുത്ത ഈ വാഴകളൊക്കെ വെട്ടി അരിഞ്ഞു കളയണമെന്ന് വെച്ചാൽ അദ്ദേഹം അറിയാൻ നെഞ്ചത്ത് വെച്ച് കർത്താവിനെ വിളിച്ചുപോയി. വേണ്ട, ഞങ്ങൾക്ക് ഇരിക്കണമെന്നില്ല, ഇവിടെ വാഴ എത്രയുണ്ട് അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് മുൻപ് ഇടിവെട്ടേൽക്കുന്ന പോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ്. അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു. അതെ, വാഴ വെട്ടാൻ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ, വെറുതെ വാഴ വെട്ടിക്കളയല്ല, വാഴയ്ക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. അത് പകർച്ചയാണ്. വാഴയ്ക്ക് രോഗം പകർന്നു പോകുന്നതാണ്. ഒരു പ്രദേശത്തുള്ള വാഴകൾ മുഴുവൻ നശിക്കും. അതുകൊണ്ട് രോഗം വന്ന വാഴകളെല്ലാം വെട്ടി നശിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കൃഷി വകുപ്പ് അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വാഴ നശിപ്പിക്കാൻ വേണ്ടി, രോഗം വന്ന വാഴ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരാണല്ലോ കർത്താവെ തന്റെ വീട്ടിലും വന്നിരിക്കുന്നത്. അവർക്ക് ഈ പാവപ്പെട്ട കർഷകന്റെ ബുദ്ധിമുട്ടുകൾ അറിയുമോ? എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ ആ വാഴ ആക്കി തീർത്തത്. ഇനി താമസിയാതെ കുലയ്ക്കും. അതൊന്നും അവരുടെ മുന്നിലില്ല. വാഴ നശിപ്പിക്കാൻ ഇറങ്ങിയാൽ വാഴ നശിപ്പിക്കുക. വാഴ വെട്ടിക്കളയാൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വാഴ വെട്ടിക്കളയും. അതല്ലാതെ കർഷകന്റെ വികാരത്തെക്കുറിച്ചോ കർഷകന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അവന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചോ എന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്കറിയില്ല. അവർ പരിഷ്കാരികളാണ്, മറ്റൊന്നും അറിയില്ല. സർക്കാരിന്റെ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുന്നു, അതല്ലാതെ ഞങ്ങൾക്കും അവർക്ക് മറ്റൊന്നുമില്ല. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ്. അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു. അയാൾക്ക് കഷ്ടിച്ച് 1 ഏക്കർ സ്ഥലമുണ്ട്. അത്യധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച കുറെ വാഴയാണ് ആ പുരയിടത്തിന്റെ വെച്ച. അയാൾ അത്യധ്വാനം എന്ന് പറഞ്ഞാൽ അത് പിരിച്ചെഴുതിയാണെങ്കിൽ അധികം അധ്വാനം കേട്ടോ. അത്യധ്വാനം, അത്യധ്വാനം, അത്യാഗ്രഹം,
അത്യാഗ്രഹം, അധികം ആഗ്രഹം, അത്യാഗ്രഹം, അത്യാഗ്രഹം, അങ്ങനെ കേട്ടോ. അത്യധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച അയാൾക്ക് കഷ്ടിച്ച് ഒരേക്കർ ഭൂമിയാണ് അയാൾക്കുള്ളത്, സ്ഥലമാണുള്ളത്. അവിടെ അയാൾ കഠിനമായി അധ്വാനിച്ച് എല്ല് മുറിയെ പണിയെടുത്ത് കുറെ വാഴ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ആ വാഴയാണ് ആ പുരയിടത്തിന്റെ പച്ച എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കണ്ണനും പാളയംകോടനും പൂവനും ഏത്തനുമായ വാഴകൾ, എന്തെല്ലാം തരത്തിൽ കണ്ണൻകുരയുണ്ട്, പാളയംകോടനുണ്ട്, പൂവനുണ്ട്, ഏത്തനുണ്ട്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് വാഴകൾ അവിടെയുണ്ട്. ആ കുടിലിലെ ജീവിതച്ചൂട് വീശി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരതക കാറ്റാടികളായിരുന്നു അവ. കണ്ടോ, മരതക കാറ്റാടി, മരതകം. ഇത് മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, മരതകം പച്ച രത്നക്കല്ലാണ് മരതകം എന്ന് പറയുന്നത്. കണ്ടു കുഞ്ചൻ നമ്പ്യാർ പിന്നെ എഴുതിയിട്ടുണ്ട്. പച്ച രത്നക്കല്ല് ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച് ദിക്കുന്ന മാലോകരത്തെയും ശങ്കിക്കുമാറുള്ള ഒരു വാഴ തോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. കദളീവനം, പച്ചക്കുലകൾക്കിടക്കിട ലക്ഷത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച് ദിക്കെന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറ് നിൽക്കുന്ന ആ വാഴത്തോട്ടത്തെ കുറിച്ച് കുഞ്ചൻപിള്ള വളരെ രസകരമായി വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മരതകം, പച്ചയും ചുവപ്പും കലർന്ന പഴങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവിടെയാണെങ്കിലോ തന്റെ കുടിലിന് ജീവിതച്ചൂട് തണുപ്പിക്കുന്ന മരതക കാറ്റാടിയാണ്. കാറ്റാടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ കാറ്റാടി എന്ന് നിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ കാറ്റാടിയാണ് വീശിട്ട് തണുപ്പ് നൽകാൻ നിൽക്കുന്ന മരതകം, പച്ച നിറത്തിലുള്ള കാറ്റാടിയാണതെല്ലാം. ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ച 1 രൂപയെങ്കിലും ആദായം ഉണ്ടാക്കും. ആ വാഴ എന്തെല്ലാം തരത്തിലാണ്, അതിന്റെ ഇല വിൽക്കുന്നു, അതിന്റെ നാര് വിൽക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു പുതിയ അത്ഭുതമാണല്ലോ. വാഴയുടെ നാര് വിൽക്കുകയോ, പൂ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പൂവിന് മാല കെട്ടാൻ ഉപയോഗിക്കുന്ന വാഴനാരാണ്. നാട്ടിൻ പുറങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പുരയിടത്തിൽ നിന്നും കിട്ടുന്ന വീടിന്റെ മുറ്റത്ത് പിടിപ്പിക്കുന്ന ചെമ്പരത്തിയും അതുപോലെ മറ്റു പൂക്കളും ഒക്കെ എടുത്ത് വാഴനാരെടുത്ത് വെള്ളത്തിൽ നനച്ച് അതിനൊരു നനവുണ്ടാക്കിയിട്ട് അതുകൊണ്ട് മാല കെട്ടുമായിരുന്നു. അങ്ങനെ വാഴനാര് ഈ മാല കെട്ടുന്നതിന് വേണ്ടി പൂക്കച്ചവടക്കാർ, പുഷ്പ വ്യവസായികൾക്ക് അവര് കൂട്ടത്തോടെ എടുക്കും. വാങ്ങാൻ പോകുമ്പോൾ മാല കെട്ടാൻ വേണ്ടി വാഴനാരും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ ആ വാഴനാരും അതുപോലെ തന്നെ ഇലയും ഒക്കെ വിറ്റ് അവർ ആഴ്ചയിൽ 1 രൂപയെങ്കിലും അവരുടെ കുട്ടികൾ ഉണ്ടാക്കുമായിരുന്നു. വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് 1 കുലയെങ്കിലും കർഷകന് കിട്ടും ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും 1 കുലയെങ്കിലും ഈ കർഷകന് ചന്തയിൽ കൊണ്ട് വിൽക്കാൻ ഉണ്ടാകുമായിരുന്നു. അവ വെട്ടുക എന്ന് വരുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്നതും ഒരുപോലെയാണ്. അങ്ങനെയുള്ള ഈ വാഴ തന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന, തന്റെ കുടിലിലെ ജീവിതച്ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരതക കാറ്റാടികളായ ഈ വാഴ തങ്ങളുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ 1 രൂപയെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്ന വാഴ തന്നെ. ഇല വിറ്റോ അല്ലെങ്കിൽ വാഴനാര് വിറ്റോ എങ്ങനെയെങ്കിലും 1 രൂപയെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്ന ഈ വാഴ ആഴ്ചയിൽ 1 കുലയെങ്കിലും ചന്തയിൽ കൊണ്ട് വിൽക്കാൻ കഴിയുന്നതായ സമ്മാനിക്കുന്നതായ ഈ വാഴകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത്, വെട്ടുക എന്ന് പറയുന്നത് അയാളുടെ തല വെട്ടുന്നതിന് തുല്യമായിരുന്നു ആ കർഷകൻ. അയാളെ മാർക്കോസ് എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. അങ്ങനെയുള്ള അനേകം കർഷകരായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്നത്. പറയൂ, എത്ര വാഴയുണ്ട്? അവർ വീണ്ടും ചോദ്യം ആവർത്തിക്കാനോ? പറയൂ, നിങ്ങൾക്ക് എത്ര വാഴയുണ്ട്? എനിക്കത് അറിഞ്ഞുകൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എത്രയും വാഴയുണ്ട്. വാഴക്കൂട്ടത്തിന് നേർക്ക് കൈയൊഴിച്ചുകൊണ്ട് തുറന്നിട്ട് ഇതാണ് എന്റെ അന്നത്തെ അപ്പം. കണ്ടോ, എനിക്കറിയത്തില്ല സാറേ, എത്ര വാഴയുണ്ടെന്ന് എനിക്കറിയത്തില്ല സാറേ, ഇത്രയും വാഴയുണ്ട്. തന്റെ വാഴക്കൂട്ടത്തിനേരെ ഇങ്ങനെ കൈ കൂട്ടിയിട്ട് പറഞ്ഞു, സാറന്മാരെ, ഇതാണ് എന്റെ അന്നേക്കുള്ള അപ്പം. ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് എന്റെ വിശപ്പ് തീർക്കുന്നത്. കേട്ടോ, എനിക്കിതേ അറിയാം, എത്രയുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇതാണ് എന്റെ അന്നേ അപ്പം. എന്റെ അന്നേപ്പം. വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്ക് അറിഞ്ഞൂടെ? ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളാം. കൊള്ളാം, തന്റെ അന്നേക്കുള്ള അപ്പം. എടോ, വാഴ വെട്ടാൻ വേണ്ടിയുള്ള ഓർഡർ പാസ്സാകാൻ താൻ അറിയുന്നില്ലേ? നാട്ടിലെ രോഗം വന്ന സകല വാഴകളും വെട്ടി നശിപ്പിക്കണം. അങ്ങനെ ഓർഡർ പാസ്സാക്കി വരും തങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് എത്രയും വേഗം ഈ വാഴയെല്ലാം നശിപ്പിച്ചിരിക്കണം.
അയ്യോ, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഗദ്ഗത കണ്ഠനായ ആ കർഷകൻ ചോദിച്ചു. ഗദ്ഗതം നിറഞ്ഞ ആ ഗദ്ഗതത്തോടു കൂടി തൊണ്ട ഇടറിക്കൊണ്ട് അദ്ദേഹത്തിന് അപ്പോഴത്തേക്കത്തെ തന്റെ വാഴ നശിപ്പിക്കണമെന്ന് കേട്ടപ്പോഴേക്കും അതേ സങ്കടം സഹിക്കാനാവാതെ വന്നു. അങ്ങനെ തൊണ്ട ഇടർച്ചയോടുകൂടി അയാൾ പറഞ്ഞു, എന്റെ സാറേ, രോഗം വന്ന വാഴയല്ലേ നശിപ്പിക്കേണ്ടുന്നത്? രോഗമില്ലാത്ത വാഴകൾ നശിപ്പിക്കണമോ? അയ്യോ, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഗദ്ഗത കണ്ഠനായ കർഷകൻ ചോദിച്ചു. ഇതിന് രോഗമില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? താനാണോ അതൊക്കെ നിശ്ചയിക്കുന്നത്? അല്ലല്ലല്ല, ഇതിന് രോഗമില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? താനാണോടോ ഈ വാഴയിലൊക്കെ രോഗം നിശ്ചയിക്കുന്നത്? ഈ ചോദ്യം കേട്ട് ആ വാഴത്തൈകൾ നടുങ്ങിപ്പോയി. ഇതിന് രോഗമൊന്നുമില്ലെന്നുള്ളത് എനിക്കറിയാം, ഞാൻ കൃഷിക്കാരല്ലേ, രോഗമുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. അയ്യോ, ഇത് കേട്ടപ്പോൾ അവരുടെ വാഴത്തൈകൾ പോലും നടുങ്ങിപ്പോയി. എനിക്കറിയാം സാറേ, ഞാനൊരു യഥാർത്ഥ കർഷകനാണ്. കർഷകനറിയാം രോഗമുള്ളത് ഏത്, രോഗമില്ലാത്തത് ഏത്. രോഗമുള്ള വാഴത്തൈകൾ ഞങ്ങൾക്ക് തിരിച്ചറിയാം, രോഗമില്ലാത്ത വാഴകൾ ഞങ്ങൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് സാറന്മാരെ, എന്റെ ഈ തോട്ടത്തിൽ ഒരു വാഴയ്ക്കും രോഗമില്ല. എടോ, തന്റെ വകുപ്പും ചട്ടമൊന്നും പറയേണ്ട. ഇതൊക്കെ രോഗബാധിത സ്ഥലങ്ങളാണ്, ഇതൊക്കെ ഗവൺമെന്റ് ഓർഡറാണ്. താൻ ഗസറ്റ് നോക്കൂ. എടോ, തന്റെ വകുപ്പും ചട്ടവും ഒന്നും എനിക്ക് കേൾക്കണ്ട, തന്റെ വകുപ്പും ചട്ടമൊന്നും എന്നോട് എഴുന്നള്ളിക്കേണ്ട. ഇത് രോഗബാധിത പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെ വാഴയ്ക്ക് രോഗം ബാധിച്ചിരിക്കുന്ന വിവരം സർക്കാർ അറിഞ്ഞിട്ടുണ്ട്. രോഗം പകരാതിരിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത പ്രതിരോധ നടപടികളാണ്. താൻ ഗസറ്റ് വായിച്ചു നോക്കൂ. താൻ ഗസറ്റ് എന്താ? ഗസറ്റ് സർക്കാരിന്റെ ഒരു ബുക്കാണ്. സർക്കാരിന്റെ ബുക്ക്, അതായത് സർക്കാർ ഉത്തരവുകളും മറ്റും പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ്. സർക്കാരിന്റെ ഗവൺമെന്റ് ഉത്തരവുകളും മറ്റും ഗവൺമെന്റ് ഓർഡറുകളും അതുപോലെ ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ് ഗസറ്റ് എന്ന് പറയുന്നത്. അത് പാവങ്ങൾ ജനങ്ങൾക്ക് അറിയുമോ? പാവം കർഷകർക്ക്, അക്ഷരാഭ്യാസമില്ലാത്ത പാവം കർഷകർക്ക് ഗസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കറിയോ? അങ്ങനെ അക്ഷരാഭ്യാസമില്ലാത്ത തനി നാട്ടും പുറത്തുകാരനായ ആ പാവം മാർക്കസിനോട് ഈ പരിഷ്കാരികളായ ചെറുപ്പക്കാരൻ പറയും, താൻ ഗസറ്റ് വായിച്ചില്ലേ? എത്ര ആളുകളുണ്ട് നമ്മുടെ ഇക്കാലഘട്ടത്തിൽ പോലും ഗസറ്റ് പരിശോധിക്കാറുണ്ടല്ലോ. എന്നിട്ടാണോ ആ പാവങ്ങളോട് ഇങ്ങനെ പറയുന്നത്? എടോ, ഇത് ഗവൺമെന്റ് ഓർഡറാണ്, താൻ ഗസറ്റ് നോക്കൂ. അതെന്തോ ഈ ഗജറ്റ് എന്ന് പറഞ്ഞാ? അയാൾക്കറിയില്ല, അതെങ്ങനെ ഉച്ചരിക്കണമെന്ന് പോലും അറിയില്ല. ആ ആവിഷ്കൃതനായ ആ മനുഷ്യനെ, കർഷകന് ഈ വാക്ക്, ഈ ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉച്ചരിക്കണം എന്ന് പോലും അല്ല. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പറയുന്നത്, എന്തുവാ കുഞ്ഞെ ഈ ഗസേറ്റ്, എന്തുവാ സാറേ ഈ ഗജേറ്റ് എന്ന് വെച്ചാൽ? ഗജേറ്റ്. അഭ്യസ്തർക്ക് ചിരി വന്നു. കേട്ടോ, ഇയാൾക്ക് അത് പറയാൻ പോലും അറിയില്ല. അവർക്ക് ചിരി വന്നു. അവർക്ക് അപരിഷ്കൃതരായ മനുഷ്യർക്ക് അവർക്ക് പരിഹാസം. ഇത് ചെറുപ്പക്കാരല്ലേ, പഠിച്ചവരാണ്. പഠിച്ചവരാകുമ്പോൾ അങ്ങനെയാണോ? പഠിച്ച യുവാക്കൾ പഠിക്കാത്ത ആളുകളോട് സഹതാപമാണ് കാട്ടേണ്ടത്. അവരുടെ അറിവില്ലായ്മ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെയോ അവൻ അയാളെ പരിഹസിക്കുന്നു. എന്തുവാണോ? കോമൺ സെൻസ് പോലുമില്ലാത്ത കർഷകന്റെ അടുക്കൽ സംസാരിക്കുന്നത് അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരുന്നില്ല. ഈ പാവം കോമൺ സെൻസ് ഇല്ലാത്ത, സാമാന്യ വിവരമില്ലാത്ത, സാമാന്യ ബോധമില്ലാത്ത ഈ പാവം മനുഷ്യനോട് സംസാരിക്കുന്നതിന് അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരുന്നില്ല. ചിരി അടക്കിക്കൊണ്ട് അവൻ ഒരാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ചിരി അടക്കാൻ വയ്യ. ആ വന്ന ചിരി, പുറത്തേക്ക് വന്ന ചിരി അടക്കി പിടിച്ചോണ്ട് ആ പരിഷ്കാരികളായ ഒരാള് പറഞ്ഞു, എടോ ഗസറ്റ് ഒന്നും താൻ കേട്ടിട്ടില്ലേ? ഇല്ല. അതൊന്ന് വായിച്ചു നോക്ക്, സർക്കാർ വകയാ, അതൊന്ന് വായിച്ചു നോക്ക്. അതിനകത്ത് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഈ പാവ മനുഷ്യർക്കുണ്ടോ മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല, അല്ലെ? മലയാളം ചൊവ്വയെ കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത അപരിഷ്കൃതരായ ഈ തനി നാട്ടുംപുറത്തുകാരൻ ഇംഗ്ലീഷ് ഭാഷയിൽ അച്ചടിച്ചു വരുന്ന ഈ പുസ്തകം അവർ വായിക്കണമെന്ന് അയാളോട് പറയുകയാണെങ്കിൽ ഇവരാണോ അപരിഷ്കൃതൻ, അയാളാണോ അപരിഷ്കൃതൻ? ആലോചിച്ച് നോക്കുക. ഈ പരിഷ്കൃതമായ വേഷം ധരിച്ചു വന്ന ഈ ചെറുപ്പക്കാരാണോ അപരിഷ്കൃതൻ, അതോ ഈ പാവം മനുഷ്യനാണോ അപരിഷ്കൃതൻ? ആലോചിച്ച് നോക്കുക. എന്നിട്ട് അവർ പറയാണ്, എടോ ഗജറ്റ് അല്ലടോ, ഇത് ഗസറ്റാണ്, താൻ കേട്ടിട്ടില്ലേ? ഇല്ല. അത് വായിച്ചോക്ക്, അത് സർക്കാർ വകയാ. അത് ചുമ്മാ കിട്ടുന്നതാണോ സാറേ? അടുത്ത ചോദ്യം, അത് ചുമ്മാ കിട്ടുന്നതാണോ? അതെ, ചുമ്മാ. അയ്യോ, അല്ലാതെ ഞങ്ങൾക്കൊക്കെ അത് എങ്ങനെ കിട്ടും? ചുമ്മാ. അയ്യോ സാറേ, ചുമ്മാതല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടും? എടോ, അതൊന്നും താൻ അറിയണ്ട.
ഒരാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിക്കും. ഞങ്ങൾ വെട്ടിയാൽ ആ നഷ്ടം കൂടെ താൻ കൊടുക്കേണ്ടതായി വരും. കേട്ടോ എടോ, ആ ഗസറ്റിനെ കുറിച്ചൊന്നും താൻ ഇപ്പോൾ അറിയാൻ നിൽക്കേണ്ട. ഒരാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടും. അതിന്റെ കൂലി നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഈടാക്കുകയും ചെയ്യും. കേട്ടോ, നിങ്ങൾ ഇങ്ങനെ കണ്ണീച്ചോരയില്ലാതെ പറയാനല്ലോ. ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടുകൂടി ആ കർഷകൻ തുടങ്ങും. ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? അല്ലോ സാറന്മാരെ, നിങ്ങൾ ഇങ്ങനെ കണ്ണീച്ചോരയില്ലാതെ വർത്താനം പറയല്ലേ. ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ ഉപജീവനമാണ്. ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നാ കൊണ്ടാ ജീവിക്കുക? ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എടോ, ഇവിടുത്തെ വാഴക്കെല്ലാം രോഗമുണ്ട്, അതൊക്കെ വെട്ടിക്കളഞ്ഞു കൊള്ളണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. അറിഞ്ഞോ എടോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടുത്തെ വാഴയ്ക്ക് രോഗമുണ്ടെന്ന് ഗവൺമെന്റ് പ്രസ്താവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാഴയെല്ലാം വെട്ടിക്കളയണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓർഡർ ഗവൺമെന്റിൽ നിന്നായിരുന്നു. അതിനു മുമ്പിൽ ആ പാവം കൃഷിക്കാരൻ എന്ത് ചെയ്യും? എങ്കിലും അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങിനുമുണ്ടല്ലോ രോഗം. തെങ്ങെല്ലാം കാറ്റ് വീഴ്ത്തിക്കുന്നു. കവുങ്ങും ഈ പ്ലാവേല ചക്ക ഒരു കാലത്ത് ഒരാൾ എടുക്കത്തില്ലായിരുന്നു. അയ്യോ സാറേ, ഇത് പിന്നീട് വാഴയ്ക്ക് മാത്രമല്ലല്ലോ രോഗം, ഓർഡർ ഗവൺമെന്റിൽ നിന്നായിരുന്നു. അതെ, സർക്കാർ കാര്യം മുറ പോലെ നടക്കും. നീ കണ്ടിട്ടില്ലേ? പണ്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്, സർക്കാർ കാര്യം മുറ പോലെ. ആ സർക്കാർ കാര്യത്തിൽ പാവങ്ങളൊന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അത് അതിന്റെ പണി നടക്കും. അതിന്റെ ചോദ്യചിഹ്നം പോലെ നിൽക്കാനേ സാധാരണക്കാരൻ കഴിയൂ. അവന് ആ സർക്കാർ കാര്യത്തിനോട് പ്രതികരിക്കാനോ അതിനോട് പ്രതിരോധം സൃഷ്ടിക്കാനോ ഒന്നും അവന് കഴിയില്ല. അതങ്ങനെ തന്നെ നടക്കും. അതുകൊണ്ട് തേക്കാണ് ആ സർക്കാരിന്റെ ഓർഡറിന്റെ മുമ്പിൽ ഈ പാവം കൃഷിക്കാരൻ എന്ത് ചെയ്യും? എങ്കിലും അയാൾ ചോദിച്ചു, അയ്യോ സാറേ, വാഴയ്ക്ക് മാത്രമേ ജോലിയുള്ളൂ. തെങ്ങായ തെങ്ങെല്ലാം കാറ്റുവീഴ്ച ബാധിച്ചിരിക്കുന്നു. കേട്ടോ, തെങ്ങായ തെങ്ങെല്ലാം കാറ്റുവീഴ്ച തെങ്ങിന് ബാധിക്കുന്ന ഒരു രോഗമാണ്, പകർച്ചവ്യാധി വ്യാധിയാണത്. തെങ്ങായ തെങ്ങെല്ലാം കാറ്റുവീഴ്ച ബാധിച്ചിരിക്കുന്നു. ഇക്കവുങ്ങും അത് തന്നെ, അടയ്ക്കാമരും അത് തന്നെ, അതിനകത്തും ഫലമൊന്നുമില്ല. നോക്ക്, ഈ പ്ലാവേല ഒരു ചക്ക ആദ്യകാലത്ത് ഒരാൾ എടുക്കത്തില്ല. പിന്നെ ഈ പ്ലാവ് കണ്ടില്ലയോ? ഇതിലെ ഒരു ചക്ക പണ്ടൊക്കെ ഒരാൾക്ക് എടുക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ വലിപ്പമായിരുന്നു. ഇപ്പൊ അതേ കണ്ടില്ലേ? ഇപ്പൊ ഒരാഞ്ഞിലിച്ചക്കയോളമേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക, ചെറിയ ചക്ക ഉണ്ടല്ലോ, ആഞ്ഞിലിച്ചക്കയോളമേ ഉള്ളൂ. അതും 8 or 10. ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു. ഇപ്പൊ വളമിട്ടില്ല, ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാ മതിയോ? വേണ്ട. ചോദ്യം കണ്ടോ? അയ്യോ സാറേ, വാഴയ്ക്ക് മാത്രമേ രോഗമുള്ളൂ. ഈ തെങ്ങായ തെങ്ങെല്ലാം രോഗമുണ്ടല്ലോ. കണ്ടില്ലേ? കാറ്റുവീഴ്ച ബാധിച്ച് മണ്ട മുരടിച്ച് നിൽക്കുന്നത്, ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലയോ? ഇത് തെങ്ങിന് മാത്രമല്ല, അതേ കണ്ടില്ലേ കവുങ്ങുകൾ, ഈ അടയ്ക്കാമരങ്ങൾ, അതും ഇത് തന്നെ അവസ്ഥ. നോക്ക്, ആ പ്ലാവ് നോക്ക്. അതിൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അതിലൊരു ചക്ക ഒരാൾക്ക് എടുക്കാൻ കഴിയാത്തതായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? എല്ലാം കുരുടി ആഞ്ഞിലിച്ചക്കയോടൊപ്പം മാത്രമേ ചേർന്നുള്ളൂ. അതും വളരെ കുറച്ച് മാത്രം, 8 or 10 എണ്ണം മാത്രം പിടിക്കും. പിന്നെയോ, ആദ്യകാലത്തൊന്നും ഈ മണ്ണിൽ കൃഷി നടത്താൻ വളം വേണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വളമിട്ടില്ല, ഒരു ചുവട് കപ്പ പോലും പിടിക്കത്തില്ല, മരച്ചീനി പോലും പിടിക്കത്തില്ല. എന്ന് വിചാരിച്ച് ഈ മണ്ണിൽ വളമില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണങ്ങ് നശിപ്പിക്കാനൊക്കെ സാറേ? ചോദ്യം ന്യായമാണ്. വാഴവെട്ടൊക്കെ നശിപ്പിക്കണമെന്ന് പറഞ്ഞവരോടുള്ള ഈ മറുചോദ്യം വളരെ ന്യായമാണ്. മണ്ണ് ഉള്ളില്ല, അതുകൊണ്ട് മണ്ണിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ സാറേ? അപ്പൊ എന്താ, മണ്ണിന് വീര്യം കൊടുക്കുന്ന മറ്റു വസ്തുതകൾ ചെയ്യണം. അതുപോലെ ഈ വാഴയെ നശിപ്പിക്കാത്ത ഉള്ള വാഴ നശിക്കാതിരിക്കാൻ തക്കെയുള്ള പ്രതിരോധ നടപടികൾ ചെയ്യണം എന്നാണ് അയാൾ വരുന്നത്. സാധാരണ കർഷകന്റെ ബുദ്ധിയാണ് അവിടെ പ്രയോഗിക്കുന്നത്. ഈ വന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ കർഷകന്റെ ബുദ്ധി? അവർക്ക് സർക്കാർ കാര്യം മുറ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞത്, സർക്കാർ കാര്യം മുറ പോലെ നടത്തണമെന്നല്ലാതെ അവർക്ക് അതിനകത്ത് പിന്നീട് പ്രായോഗിക ബുദ്ധിയൊന്നുമില്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ അവന് പ്രായോഗിക ബുദ്ധിയുണ്ട്. ആ പ്രായോഗിക ബുദ്ധി അതൊരു കോമൺ സെൻസ് ആണത്. നേരത്തെ നമ്മൾ പറഞ്ഞ കോമൺ സെൻസ് ഇല്ലാത്ത ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിന് തന്റെ സ്റ്റാറ്റസിന് യോജിച്ചല്ല എന്ന് പറഞ്ഞില്ലേ? ആ കോമൺ സെൻസ്, കർഷകന്റെ ആ സാമാന്യബോധം, അതാണ് അയാൾ പറഞ്ഞത്. എന്താ, മണ്ണ് ചീത്തയായി പോയിട്ടുണ്ട്, വളമില്ലാത്തതുകൊണ്ട് മണ്ണിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ സാറേ? മണ്ണിന് വീര്യം കൊടുക്കുന്ന തരത്തിലുള്ള മറ്റു പല മാർഗങ്ങളുമുണ്ട്. ക്ഷാരാംശമുള്ള ആ മണ്ണിന് ക്ഷാരാംശം മാറ്റണം, അമ്ലാംശമുള്ള മണ്ണിന് അമ്ലാംശം മാറ്റണം. അങ്ങനെ കണ്ടില്ലേ? കുമ്മായം വിടുക, പണ്ടൊക്കെ കണ്ടില്ലേ നിങ്ങള്? കുമ്മായം വിടുക, പിന്നെ അതുപോലെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഓരോ കണ്ടില്ലേ? അതൊക്കെ മണ്ണിന്റെ ബീജം മണ്ണിനെ ഫലഭൂഷ്ടിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി കാട്ടും പുറത്ത് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. പണ്ടൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പുരയിടം വർഷത്തിലൊരു കിളയ്ക്കും.
ഒരിടം കിളയ്ക്കുക, ഒരിടം കിളച്ചിട്ട് അതിൽ ചെറിയ പയറുകൾ നടും, ചെറിയ കുറ്റിപ്പയറുണ്ട്. ഒരിടം കിളയ്ക്കുന്ന എന്താണ്? അതിനകത്ത് വായു പ്രവേശം ഉണ്ടാകാൻ, നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ചെറിയ ഈ പയറൊക്കെ നടുന്നത്. അത് ഇടകൃഷിയാണ്, ഇടകൃഷി. അതൊക്കെ കേരളത്തിലെ ഭൂമിയൊക്കെ എപ്പോഴും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. കപ്പയെങ്കിൽ കപ്പ, പിന്നെ അതുപോലെ തന്നെ ചേമ്പ്, ചേന, കാച്ചില്, അങ്ങനെ എന്തെല്ലാം കാർഷിക വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞായിരുന്നു കേരളത്തിന്റെ ഭൂമി മുഴുവൻ. ഇന്നോ ഒക്കെ തരിശാണ്, ആർക്കും ജോലി ചെയ്യാൻ വയ്യ, കൃഷി ആർക്കും ചെയ്യാൻ വയ്യ. വ്യാവസായികമായി മാത്രം എവിടെയെങ്കിലും ഒക്കെ കൃഷി ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഭൂമിയും അതെങ്ങനെയൊക്കെ കേരളത്തിൽ അങ്ങും അവിടെ ഒക്കെ ഒരറ്റത്ത് നിന്ന് അങ്ങോ ഏറ്റം വരെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, അത് കാണുമ്പോൾ തന്നെ കണ്ണിന് വല്ലാത്ത കുളിർമയാണ്. പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഭൂമി, എവിടെയും കാർഷിക വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന, അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ഈ കാർഷിക വിളവ് കഴിയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ്, ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവിടെ ആകെ ആ പച്ചക്കറി കൃഷി നടക്കുന്നു, ചിലത്താണെങ്കിൽ മറ്റു പല കൃഷികൾ നടക്കുന്നു. നമുക്ക് കൃഷിയുടെ കാര്യത്തിൽ, കാർഷിക വിഭവങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കും. എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ. എല്ലാത്തിനും. എന്തിനാ പറയുന്നു? കേരളം എന്ന വാക്ക് തന്നെ കേരം തിങ്ങിയ നാടെന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. ശരി അല്ലെങ്കിൽ പോലും കേരം തിങ്ങിയ നാടാണ് കേരളം, കേരളത്തിന്റെ നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് കേൾക്കുമ്പോൾ പിന്നെ നാളികേരത്തിന്റെ നാടാണ്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാടിയിടം കഴി മണ്ണുണ്ടെന്നാണ് പി ഭാസ്കരൻ പണ്ടൊരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. നാളികേരത്തിന്റെ നാടെന്നാണ് കേരളത്തെ കുറിച്ച് പറയുന്നത്. ഇന്നാണെങ്കിൽ ആ കേരളീയർക്ക് നാളികേരത്തിന് അന്യ സംസ്കാരങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികെട്ട ദയനീയമായ അവസ്ഥയാണ്. കാരണം നമ്മൾ ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വാങ്ങുക ഉത്പാദനമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സന്താനം നമ്മുടെ പഴയ കർഷകരെയൊക്കെ നമ്മൾ അനുസ്മരിക്കേണ്ടി വരുന്നു. ഈ പാവം മാർക്കോസ് ചേട്ടനെ പോലുള്ള കർഷകരൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നാം അറിയാതെ ഓർത്തുപോകും. അപ്പൊ നമുക്ക് ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു, ഇപ്പം വളമിട്ടല്ലയോ ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം നശിപ്പിച്ചാൽ മതിയോ? ആദ്യം വെട്ടേണ്ടത് ഈ തെങ്ങൊക്കെയാ. രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രി ഒന്നും വേണ്ടല്ലോ, എല്ലാരെയും കൊന്നാ പിന്നെ ആശുപത്രി വേണോ? ഇന്നാണോ ഈ വാഴരോഗം? ഇതിനു മുമ്പൊന്നും ഇതില്ലായിരുന്നു. അപ്പൊ രോഗം വന്ന വാഴകളെയൊക്കെ ഒന്ന് നശിപ്പിക്കണമെന്നാണ്, രോഗം വന്നാൽ നശിപ്പിക്കണമെന്നാണോ? അങ്ങനെയാണ് ആദ്യമായി തെങ്ങുകളാണല്ലോ നശിപ്പിക്കേണ്ടത്. അതാണോ ന്യായം? രോഗം വന്നാൽ നശിപ്പിക്കണമെന്നാണോ? രോഗം വന്നാൽ കൊന്നുകളയണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രി ഒന്നും വേണ്ടല്ലോ, എല്ലാം രോഗം വന്നേരം രോഗം എന്തെങ്കിലും കൊന്നു കളഞ്ഞാൽ പോലെ. എന്തൊരു ഷാർപ്പായ ശക്തമായ വിമർശനമാണ്, ആക്ഷേപ ഹാസ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്, ഉയർത്തുന്നത്. രോഗം വന്നവരെ കൊല്ലുകയാണോ ന്യായം? രോഗം വന്ന വാഴകളെ നശിപ്പിക്കുക, വാഴയ്ക്ക് രോഗം വരുമെന്ന് എഴുതി അല്ലാത്ത വാഴകളെ പോലും നശിപ്പിക്കണമെന്നാണോ? അപ്പൊ കൊറോണ കാലത്ത് ഈ കൊറോണയിൽ നിന്നും പ്രതിരോധിക്കുന്നതിന് പകരം ആർക്കും കൊറോണ വരാതിരിക്കാൻ വേണ്ടി കൂട്ടത്തോടെ അങ്ങ് കൊന്നവയ്ക്കാം പോരെ? ആർക്കും രോഗം വരണ്ട. ഈ കൊറോണ പോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ആശ്രയം ഉണ്ടായ ഒരു വേഗത്തിന്റെ രോഗമുണ്ട്. അത് നടപ്പുദീനം എന്ന് പറയുന്ന രോഗമുണ്ടാകും. കോളറ നടപ്പുദീനം എന്നാണ്. അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അത് വ്യാപിച്ച് ആളുകൾ ഇങ്ങനെ ഈയാമ്പാറ്റെ പോലെ മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് സ്മോൾ പോക്സ്, വസൂരി എന്ന് പറയുന്നത്. അതും ഇങ്ങനെയാണ്. അന്ന് വസൂരി രോഗം ബാധിച്ച പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ, വഴികളൊക്കെ കരിയില മൂടിക്കിടക്കും. അത് ഇടവഴികളാണ് ഉണ്ടായിരുന്നത്, ടാർ റോഡൊന്നുമില്ല, കരിയില മൂടിക്കിടക്കുമായിരുന്നു. അതുപോലെ ഈ നടപ്പുദീനം ബാധിച്ച പിന്നെ പ്രദേശങ്ങളിലൊക്കെ വഴികളൊക്കെ കരിയില മൂടിക്കിടക്കും. എന്താണ് കരിയില മൂടിക്കിടക്കുന്നത്? ആ വഴി ആൾ സഞ്ചാരമില്ല, ആളുകൾക്ക് പേടി, ആൾ സഞ്ചാരമില്ല. ഇപ്പോഴും പരിഷ്കൃതരായിട്ട് പോലും നമ്മൾ നോക്ക് എന്തുമാത്രം നമ്മൾ ഉപരോധിക്കുന്നു, പേടിക്കുന്നു, അല്ലെ? മാസ്ക്, സാമൂഹിക അകലം, സാനിറ്റൈസർ അല്ലേ നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതല്ലേ? അതുകൊട്ടെ അപ്പോ ഇത് കേട്ടപ്പോഴേക്കും ഈ വാഴരോഗം മുമ്പൊന്നും ഇല്ലായിരുന്നല്ലോ. ഇത് കേട്ടപ്പോഴേക്കും ആ വാഴ ഉദ്യോഗസ്ഥന്മാർ, ചോക്കൊള്ളാം, പ്രയോഗം കൊള്ളാം, വാഴ ഉദ്യോഗസ്ഥൻ, ഇതെല്ലാം തരത്തിലുള്ള വാഴ കൃഷിയെ കുറിച്ച് വാഴ വെട്ടാൻ വേണ്ടി നടക്കുന്ന ആളുകൾ വാഴ ഉദ്യോഗസ്ഥന്മാർ. അവിടെയും പ്രയോഗം നമ്മുടെ എഴുത്തുകാരന്റെ മനോഹരമായ ഒരു പ്രയോഗ സവിശേഷതയാണ് അദ്ദേഹത്തിന്റെ. വാഴ ഉദ്യോഗസ്ഥന്മാർക്ക് ദേഷ്യം വന്നു. അത് പ്രധാനി പറഞ്ഞു, എടോ മതി, നിർത്തടോ,
തന്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട. വരുന്ന തിങ്കളാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടി കുഴി കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം കേട്ടോ. തന്റെ പ്രസംഗം ഒന്നും ഇവിടെ കേൾക്കണ്ട. തന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വരുന്നത്. അടുത്ത തിങ്കളാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടി കുഴി വെട്ടി അതിലിട്ട് മൂടിക്കൊള്ളണം. അതിനാണ് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ടല്ല, 5000 വേണം. ഇതാണ് ഗവൺമെന്റ് ചെലവ്. തനിക്കറിയാമോ? ഏതിന്? ഈ വാഴ വെട്ടാനോ? ആ കർഷകൻ ഏതിന്? 5000 രൂപ. വാഴ വെട്ടാനാണോ 5000 രൂപ സർക്കാർ തന്നിരിക്കുന്നത്? ഈ 5000 രൂപ വാഴ കൃഷിക്ക് വേണ്ടി ആദ്യമേ തന്നിരുന്നെങ്കിൽ, വാഴയ്ക്ക് രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധം എന്ന നിലയിൽ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി വരുമായിരുന്നില്ല. വാഴ കർഷകരെ സംരക്ഷിക്കുകയും ആകാമായിരുന്നല്ലോ. എന്നോ സർക്കാരിന്റെ ചില നടപടികളെ കുറിച്ചുള്ള ശക്തമായ വിമർശനമാണ് അവിടെ. എന്നാ അത് ഞങ്ങൾക്ക് വല്ല വളമോ വിത്തോ തരാൻ ചെലവാക്കിയിരുന്നെങ്കിൽ മാർക്കോസേട്ടൻ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് പിടിച്ചില്ല. അവരവിടെ നിന്ന് സഗൗരവം നടന്നു കേട്ടോ. പറഞ്ഞാൽ നമുക്ക് ഈ 5000മോ എന്റെ പൊന്ന സാറന്മാരെ എന്നാ പറച്ചിലായത്? ഈ 5000 ഞങ്ങൾക്ക് ആദ്യമേ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ല വളമോ വിത്തോ ഒക്കെ വാങ്ങാമായിരുന്നല്ലോ. കാർഷികമായ മറ്റു ആവശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ വാഴകൾക്ക് രോഗം വരുമായിരുന്നില്ലല്ലോ. ഇത് അവർക്ക് പിടിച്ചില്ല. സത്യത്തിൽ മാർക്കോസ് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത് പറഞ്ഞത്. അത് അവർക്ക് പിടിച്ചില്ല. ഇത് കേട്ടിട്ട് അവരവിടെ അവിടെ നിന്ന് സഗൗരവം നടന്നു. സഗൗരവം നടന്നു. ഗൗരവത്തോടുകൂടി ഗൗരവത്തോടുകൂടി സസ്നേഹം. സ്നേഹത്തോടുകൂടി സസന്തോഷം. സ്നേഹം ശ്യാമള പേരില്ലേ? സസ്നേഹം ശ്യാമള. സ്നേഹത്തോടുകൂടി സ എന്ന വാക്ക് ഈ വാക്കുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ കൂടി എന്ന അർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി സഗൗരവം, സസ്നേഹം സ്നേഹത്തോടുകൂടി, സസന്തോഷം സന്തോഷത്തോടുകൂടി, സവിസ്മയം വിസ്മയത്തോടുകൂടി കേട്ടോ. അപ്പൊ അങ്ങനെ സഗൗരവം ഗൗരവത്തോടുകൂടി. അവർക്ക് ഗൗരവം ഇതൊന്നും കേട്ട് നിൽക്കാനല്ല ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത്. നിങ്ങളുടെ ഈ ചപ്പടാച്ചി വർത്താനം കേൾക്കാൻ വേണ്ടി അല്ല കാരണവരെ ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഗൗരവത്തോടുകൂടി അവരവിടെ നിന്ന് പതുക്കെ തിരിഞ്ഞു കടന്നു. കർഷകൻ അവരെ നോക്കി കുറെ നേരം അങ്ങനെ നിന്നുപോയി. ഈ പാവ മനുഷ്യൻ അവരെ നോക്കി കുറെ നേരം അങ്ങനെ നിന്നു. അയാളുടെ മനസ്സെങ്ങനെ ഇരമ്പുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? നീ ഇതെല്ലാം വെട്ടി നശിപ്പിക്കണമല്ലോ. നിറഞ്ഞ കണ്ണുകളോടുകൂടി വിഷാദമഗ്നനായി നിന്ന പിതാവിനെ കണ്ട് റാഹേൽ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുകയാണ്. ദൈവമേ, ഞാൻ ഇനി എന്നാ ചെയ്യും? ഈ വാഴയൊക്കെ നശിപ്പിക്കണമല്ലോ. ഞാൻ എന്തുമാത്രം കഷ്ടപ്പാടാണ് ഇത്രയും വളർത്തിയെടുത്തത്. ഇതൊക്കെ നശിപ്പിക്കണമല്ലോ എന്നോർത്ത് ആ പാവ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അങ്ങനെ നിറഞ്ഞ കണ്ണുകളുടെ വിഷാദമഗ്നനായി, വിഷാദത്തിൽ മുഴുകി, ദുഃഖത്തിൽ മുഴുകി, വിഷാദമഗ്നൻ, വിഷാദത്തിൽ മുഴുകിയവൻ, വിഷാദത്തിൽ മുഴുകിയെന്ന് ആ പിതാവിനെ കണ്ട് റാഹേൽ പറഞ്ഞു. അപ്പച്ചാ, നമുക്ക് ഇവിടെ നിന്ന് പൊയ്ക്കളയാം, പല മലബാറിലും പോവാം. കൃഷി ചെയ്യാൻ ഭൂമിയുമില്ല, ചെയ്യുന്ന വകയിട്ട് ചെയ്യിക്കുകയുമില്ല. അപ്പോൾ അവളൊരു പുതിയ നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. മകളൊരു നിർദ്ദേശം. ആ കാലഘട്ടത്തിൽ ആ പറഞ്ഞ മധ്യ തിരുവിതാംകൂറിലാകെ നടമാടിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് അവരുടെ വാക്കുകളിൽ നിന്നും പുറമെ വന്നത്. എന്താണ്? അപ്പച്ചാ, നമുക്ക് ഇതൊന്നും വിട്ടിട്ട് നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും പൊയ്ക്കളയാം. നമുക്ക് ഇവിടെ വേണ്ട അപ്പച്ചാ, ഇവിടെ നമുക്ക് പൊയ്ക്കളയാം. വല്ല മലബാർ അന്നൊക്കെ ഈ മധ്യ തിരുവിതാംകൂറിലെ ആ കർഷകരായ ആളുകൾ തങ്ങളുടെ ഭൂമി മുഴുവൻ ഉപ്പ് ചിരട്ട വരവിറ്റ് എല്ലാം കയ്യിലെടുക്കേണ്ടെന്ന് പൈസയാക്കേണ്ട രൂപയാക്കിക്കൊണ്ട് അവർ നേരെ മലബാറിലേക്ക് പോകുമായിരുന്നു. മലബാറിൽ ചെന്ന് വളരെ ചെറിയ വിലയ്ക്ക് ഒരു ഏകദേശം കൂടുതൽ ഭൂമിയല്ല, അവർക്ക് കുന്നുകളാണ് കിട്ടിയത്. ഒരു വലിയ പ്രദേശം കുന്നുകൾ. ആ കുന്നുകൾ വിലക്കെടുത്ത് അവിടെ അവർ തന്റെ നെഞ്ചൂക്ക് കാണിച്ച് പ്രകൃതിയോട് മല്ലിട്ട് അവരവിടെ പൂങ്കാവനമാക്കി തീർത്തു. ഒരുപക്ഷെ ഇന്നത്തെ ഈ പറഞ്ഞ മലബാറിലെ
ആ പ്രദേശത്തെ കുടിയേറ്റ കർഷകർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കുടിയേറ്റ കർഷകർ മലബാറിന്റെ കോഴിക്കോട്, കണ്ണൂര് തുടങ്ങിയ വയനാട് തുടങ്ങിയ പ്രദേശങ്ങൾക്ക്, കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയൊക്കെ മലയോര പ്രദേശങ്ങളും വയനാട്ടിലും ഒക്കെ ഇത്തരം കുടിയേറ്റ കർഷകരുണ്ട്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഇങ്ങനെ പോയാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കുടുംബത്തോടുകൂടി കളവണ്ടിയിലുമൊക്കെ ആയിട്ട് അവിടെ എത്തിപ്പെട്ട് അവിടെ നിന്ന് അവിടെ ഭൂമി വാങ്ങിച്ച് അവിടെ തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച ആളുകളാണ്. അത് എസ് കെ പൊറ്റക്കാടിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട് വിഷകന്യക. ആ നോവലിൽ ഈ പറഞ്ഞ കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് വളരെ രസകരമായിട്ട് പൊറ്റക്കാട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവരവിടെ ഇന്നത്തെ അവിടുത്തെ കുടിയേറ്റ കർഷകർ, അവിടുത്തെ ജന്മിമാരായ കുടിയേറ്റ കർഷകർ ഇന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് 50, 60, 70 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അവിടെ വന്ന് ഭൂമി വാങ്ങി. നിങ്ങൾക്കറിയാം നമ്മുടെ മനസ്സിനക്കരെ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രം, ഷീല അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവരുടെ ഭർത്താവും അങ്ങനെ നാട്ടും പുറത്തു നിന്ന് വന്ന് അവിടെ ഭൂമി വാങ്ങി, മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഭൂമി വാങ്ങി അവിടെ അവരുടെ തന്നെ ജീവിതം ചുവട് ഉറപ്പിച്ചവരാണ്. മനസ്സിനക്കരയിലെ എന്റെ ത്രേസനമ്മയോ എന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രവും ഭർത്താവും അവരവരുടെ ജീവിതം ഉറപ്പിച്ചവരാണ്. അങ്ങനെ ജീവിതം ഉറപ്പിച്ച നിരവധി ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുകയാണ്. അത് ഇവർ ഈ കഥ നടക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ്, അത് ഓർത്തുകൊണ്ടാണ് അത് അന്നും ഇങ്ങനെ മലബാറിലേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അന്ന് അവിടെ ചെല്ലുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതൊന്ന് അവിടുത്തെ മലേറിയ രോഗം, മരുന്ന് ചേർ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ വൃക്ഷമാണ്. കംപ്ലീറ്റ് വിട്ട് നശിപ്പിച്ചാലും അതിന്റെ കുറ്റി ഇങ്ങനെ വളർന്നിരിക്കും. അപ്പൊ ഈ വിഷകന്യക എന്ന നോവലിനകത്ത് പറയുന്നുണ്ട്, കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കപ്പ കൃഷി ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് ചെറിയ മഴ പെയ്ത് നോക്കുമ്പോഴത്തേക്ക് 4 വശവും വീണ്ടും പതിന്റെ ചേർക്കുരി ഇങ്ങനെ കിളിച്ചിരിച്ചു. അപ്പോഴേ അത് മാത്രമല്ല, കൃഷി ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരാള് അതിരാവിലെ തുള്ളപ്പനി എന്നാണ് ഇതിന് പറഞ്ഞത്. ഇങ്ങനെ കിടുങ്ങിൽ കാണിച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ മലേറിയ രോഗത്തിന്, മലേറിയ രോഗത്തിന് നാട്ടുപ്രദേശത്ത് അവിടെ ഉള്ള രോഗം തുള്ളപ്പനി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. തുള്ളപ്പനി എന്നാണ്. തുള്ളപ്പനി വഴിയിട്ട് മരിച്ചു പോകുന്ന ഒരുപാട് ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരുപാട് ആളുകളുടെ കഥ കൂടിയാണ് ഈ പറഞ്ഞ വിഷകന്യക. നോക്ക്, കർഷകൻ അവരെ നോക്കി വളരെ നേരം അങ്ങനെ നിന്നുപോയി. നിറഞ്ഞ കണ്ണുകളോടുകൂടി വിഷാദമഗ്നനായി നിന്ന പിതാവിനെ കണ്ട റാഹേൽ പറഞ്ഞു, അപ്പച്ച നമുക്കിവിടെ നിന്ന് പൊയ്ക്കളയാം, അല്ല മലബാറിലും പോകാം. കൃഷി ചെയ്യാനിട്ട് ഭൂമിയില്ല, എന്നാൽ കൃഷി ചെയ്യാനിട്ട് സമ്മതിക്കുകയല്ല ഈ നാട്ടുകാര്. അന്ന് ശനിയാഴ്ച, ആ അവധി ദിവസം തികയാൻ ഇനി ഒരു ദിവസം കൂടിയേ വേണ്ടു. അന്ന് ശനിയാഴ്ചയാണ്. ഈ പറഞ്ഞ ആ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന അവധി ഉണ്ടല്ലോ, തിങ്കളാഴ്ചക്കകം ആ അവധി ദിവസം വരാൻ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. ഞായറാഴ്ച കൂടി മാത്രമേ ഉള്ളൂ. മാർക്കോസ് ചേട്ടൻ ആ വാഴച്ചുവട്ടിലേക്ക് നടന്നു. തന്റെ ജീവിതത്തിന്റെ രക്തധമനികളായ ആ ചെടികൾ ഓരോ ചുവട്ടിലും ഹൃദയഭാരത്തോടുകൂടി അയാൾ നോക്കുന്നു. തന്റെ ജീവിതത്തിന്റെ രക്തധമനികളാണ്. തന്റെ ജീവിതത്തിന്റെ, തന്റെ ശരീരത്തിന്റെ എല്ലാ വശങ്ങളിലും ജീവിതം നൽകുന്ന തന്റെ ശരീരത്തിലെ ധമനികളാണ്. അതുപോലെ തന്റെ ജീവിതത്തിന് പച്ചപ്പ് നൽകുന്ന ഈ ധമനികൾ ഇത് വളർന്ന് ഇത് വലുതാക്കി ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വേണം തനിക്ക് ജീവിതം പച്ച പിടിപ്പിക്കുവാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ രക്തധമനികളായിട്ടാണ് ഈ വാഴച്ചുവടുകളെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു തികഞ്ഞ കർഷകന് മാത്രമേ കർഷകന്റെ വികാരം മനസ്സിലാക്കാൻ കഴിയൂ. പറ്റി ഒരു നല്ല കൃഷിക്കാരൻ കൂടിയായിരുന്നിരിക്കണം. അതുകൊണ്ടുകൂടിയാണ് ഈ മാർക്കോസ് ചേട്ടൻ എന്ന കർഷകന്റെ വികാരത്തെ സൂക്ഷ്മമായി നമ്മുടെ മനസ്സിലേക്ക്. സ്വാഭാവികമായിട്ടും നമ്മൾ മാർക്കോസ് ചേട്ടന്റെ ദുഃഖം നമ്മുടെയും കൂടി ദുഃഖമായി തീർന്നിരിക്കുന്നു അല്ലെ? മാർക്കോസ് ചേട്ടന്റെ ദുഃഖം നമ്മുടെ കൂടി ദുഃഖം. വായനക്കാരുടെ, നിങ്ങളിപ്പോ വിദ്യാർത്ഥികളെന്ന നമുക്ക് വായനക്കാരനാക്കി, ആസ്വാദകനാക്കി മാറ്റാം. ആസ്വാദകന്റെ അല്ലെങ്കിൽ വായനക്കാരന്റെ കൂടി ദുഃഖമാക്കി മാറ്റിയിരിക്കും. അങ്ങനെ തന്റെ കഥ, തന്റെ അവതരണം അല്ലെങ്കിൽ തന്റെ കഥ താൻ അവതരിപ്പിക്കുന്ന ദുഃഖം വായനക്കാരന്റെ കൂടി ദുഃഖമാക്കി തീർക്കാൻ അവൻ കഴിയുന്ന ഒരു വലിയ എഴുത്തുകാരൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് തെളിയുന്നുണ്ട്. അപ്പോ തന്റെ ജീവിതത്തിന്റെ രക്തധ്വനികളായ ആ ചെടികളുടെ ഓരോ ചുവട്ടിലും ഹൃദയഭാരത്തോടുകൂടി അയാൾ നോക്കുന്നു. ആ ദുഃഖിതരിലുള്ള അനുകമ്പയാരാണോ എന്തോ തോന്നുമാറും വാഴക്കൈകൾ മന്ദമായി വീശി അയാൾ ആശ്വസിച്ചപ്പോൾ എവിടുന്നോ ഒരു ഇളങ്കാറ്റ് വന്നു. ആ ഇളങ്കാറ്റിൽ ആ വാഴത്തലപ്പുകൾ ഇങ്ങനെ ചലിച്ചു. ഒരുപക്ഷെ അത് നമ്മുടെ എഴുത്തുകാരൻ പറയാണ്, ആ ദുഃഖിതനായ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാനാണോ എന്തോ, പ്രകൃതി ആശ്വസിപ്പിക്കാനാണോ എന്ന് തോന്നുന്നു. പതുക്കെ മന്ദമാരുതൻ പതുക്കെ അവിടെ വീശി. അയാൾ ആ ചെടികൾ എണ്ണി, അവിടെ നിന്ന് വാഴച്ചെടികൾ എണ്ണി നോക്കി. കുലയ്ക്കാറായതും കുടം വന്നതുമായ 60ഓളം ചെടികളുണ്ട്. ഇപ്പൊ ഓരോന്നുമാണല്ലോ താൻ വെട്ടേണ്ടതെന്ന് വിചാരിച്ച് അയാളെ ഹൃദയം ഉരുകി. അയ്യോ, കുലച്ചു തുടങ്ങിയത് കുലയ്ക്കാൻ പാകമായതായ അടുത്ത ദിവസങ്ങളിൽ അതെന്താ നാമ്പ് വരും.
കുലയ്ക്കാൻ തുടങ്ങിയതായ ഏതാണ്ട് 60ഓളം വാഴകൾ അവിടെ. ദൈവമേ, കർത്താവേ, ഇതൊക്കെയാണല്ലോ ഞാൻ നശിപ്പിക്കേണ്ടുന്നത്. എങ്കിൽ എന്റെ പൗലോസിനെയും ജോണിനെയും റാഹേലിനെയും ഒക്കെ അങ്ങ് വെട്ടിക്കളയല്ലേ ഭേദം. ഞാൻ എന്റെ മക്കളെ പോലെയാണ് ഞാൻ ഈ എന്റെ വാഴകളെ ഞാൻ കണ്ടത്. മക്കളെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെയാണ് ശുശ്രൂഷിച്ചത്. മക്കളെ വളർത്തിയെടുക്കുന്നത് കൈ വളരുന്നു, കാൽ വളരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ അങ്ങനെയാണ്. ഓരോ വളർച്ചയിലും അവർ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾ ആദ്യം മുട്ടിലിഴഞ്ഞപ്പോൾ, നിങ്ങൾ അതൊക്കെ പിച്ചവച്ച് നടന്നപ്പോൾ, നിങ്ങൾ ഓടിക്കളിച്ചപ്പോൾ, നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയപ്പോൾ, ആദ്യമായി പള്ളിക്കൂടത്തിൽ പോയിട്ട് തിരിച്ച് നിങ്ങൾ പുസ്തകവുമായി തിരികെ വരുന്നത് കണ്ട് ആനന്ദിച്ചതാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ. നിങ്ങളുടെ വളർച്ചയിൽ ഇങ്ങനെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഈ കർഷകനും താൻ നട്ട ആ വാഴ വളരുന്നോ, കൈ വളരുന്നോ, കാൽ വളരുന്നോ എന്നതുപോലെ അത് ഓരോ നാൻപും ഓരോ ഇലയും വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ ആ വാഴ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ മക്കളെ, തന്റെ റാഹേലിനെ കൊല്ലുന്നതിന് തുല്യമാണ്, തന്റെ ജോണിനെ കൊല്ലുന്നതിന് തുല്യമാണ്, തന്റെ പൗലോസിനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് എനിക്ക് തോന്നി. വെയിലിൽ മണ്ണൊരുക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും വെയിലിന്റെ ശക്തി കൂടി, മണ്ണിങ്ങനെ ഉരുകാൻ തുടങ്ങി, മണ്ണിന് ചൂട് പിടിച്ചു. ചുറ്റിത്തിരിഞ്ഞ് ഇളങ്കാറ്റിൽ തെല്ലൊരാശ്വാസം ഉണ്ടുകൊണ്ട് ആ കർഷകൻ ഒരു വാഴച്ചുവട്ടിൽ ചെന്നിരുന്നു. ആ ഇളങ്കാറ്റിൽ ഒരു ആശ്വാസം പോലെ അദ്ദേഹം ഒരു വാഴച്ചുവട്ടിൽ ചെന്നിരുന്നു. കാൽമുട്ടിൽ കൈമുട്ടൂന്നി അങ്ങനെ ഇരിക്കവേ അയാളുടെ പ്രിയപ്പെട്ട വരിക്ക മാവിലേക്കായിരുന്നു. അതും ഇപ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. അത് ആ മാവിന്റെ മനഃപൂർവ്വം കൊണ്ടല്ല. അങ്ങനെ ക്ഷീണിതരായി, ദുഃഖിതനായി, ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിച്ചുണ്ട് അയാളിങ്ങനെ ക്ഷീണിതരായി ഒരു വാഴയുടെ ചുവട്ടിലിങ്ങനെ ഇരുന്നുകൊണ്ട് തൊട്ടടുത്ത വരിക്ക മാവിലേക്ക്, എനിക്ക് എല്ലാ വർഷവും മാങ്ങ തരുന്ന, മാമ്പഴം തരുന്ന, അതും തന്റെ ജീവിതത്തിന്റെ ആശ്വാസമാണ്. ആ മാങ്ങ എല്ലാം വിറ്റൊക്കെ പൈസ ഉണ്ടാക്കാൻ കഴിയും. ആ ആശ്വാസം നൽകിക്കൊണ്ടിരുന്ന വരിക്ക മാവിലേക്ക് ഇപ്രാവശ്യം അതും തന്നെ ചതിച്ചിരിക്കുകയാണ്. പക്ഷെ അത് മനഃപൂർവ്വമൊന്നുമല്ല. പിന്നെയോ, ഒന്നാം തരം വരിക്ക മാങ്ങ, അത് നിറയെ കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യം അത് നിറയെ പൂത്തു. ഇല കാണാൻ പാടില്ലാതെ മുറ്റിയ പൂ കൊണ്ട് അയാൾ ആഹ്ലാദിച്ചു. പക്ഷേ നിലാവ് ആ മാവിനെ ചതിച്ചു. ആദ്യം ഇരുട്ടുള്ള പക്ഷത്തിലാണ് ആ മാവ് പൂത്തത്. പാതിരാ കഴിയുമ്പോൾ നിലാവ് തെളിയും. നേരം വെളുത്താണെന്ന് വിചാരിച്ച് മാവ് കണ്ണും തുറക്കും, അധരം വിടർത്തും. പക്ഷേ ചതിയന്റെ മുമ്പിലാണ് തങ്ങൾ ചിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല. അധരം വിടർത്തി എഴുന്നേറ്റ ഓരോ മാവിൻപൂവും ചന്ദ്രന്റെ വഞ്ചനയിൽ ഉരുകി താഴെ വീണു. സൂര്യൻ വന്നു നോക്കുമ്പോൾ ആ മാവിലെ പൂവെല്ലാം മാഞ്ചു പറ്റി. പ്രാവശ്യം ധാരാളം പൂത്തു. ഇഷ്ടം പോലെ ഇലകൾ കാണാൻ കഴിയാത്ത തരത്തിൽ പൂത്തു. പക്ഷെ അതും ഈ പ്രകൃതിയുടെ പെട്ട് അതും മാമ്പൂ എല്ലാം പൊഴിഞ്ഞു. മാവിന്റെ കാര്യം അങ്ങനെ. കൃഷി ഇറക്കാനുള്ള വളമാണെങ്കിൽ ഒരു രൂപയ്ക്ക് ചാരം 2 പാട്ട മാത്രം. ചാണകം അങ്ങനെ തന്നെ. ആവശ്യത്തിലുള്ള വളത്തിന് എത്ര ചുരുങ്ങിയാലും ഒരു 50 രൂപ വേണം. 50 ചക്രം ഉണ്ടായിരുന്നെങ്കിൽ റാഹേലിന് ഒരു ചട്ട തയ്പ്പിച്ചേനെ. അവൾ ഇട്ടിരിക്കുന്ന പഴയ ചട്ട അവളുടെ മാറ് നിർദ്ദയമായ കീറൽ സാധിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു. പിന്നെ അയാൾ തന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഓർത്തുപോയി. എന്തൊക്കെയാണ് മാവിന്റെ കാര്യം അങ്ങനെ. ഇനി കൃഷി ഇറക്കണമാണെങ്കിൽ നമുക്ക് വളത്തിന് 1 പാട്ട ചാരത്തിന് കൊടുക്കണം 1 രൂപ, 1 പാട്ട ചാണകത്തിന് കൊടുക്കണം 1 രൂപ. എങ്ങനെയൊക്കെ ആയാലും ശരി, ആവശ്യത്തിനുള്ള വളത്തിന് തന്നെ എത്രമാത്രം ചുരുങ്ങിയാലും ഒരു 50 രൂപയെങ്കിലും വേണം. ഈ കാലത്ത് 50 രൂപ തനിക്കില്ല. 50 രൂപ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകൾക്കൊരു ചട്ട വാങ്ങുവാൻ, ചട്ടയും മുണ്ടും. പണ്ട് ആ ക്രൈസ്തവ സ്ത്രീകളുടെ വേഷവിധാനമാണ് ചട്ടയും മുണ്ടും. ആ ചട്ട താൻ 50 രൂപയുടെ എന്റെ മകൾക്ക് ഒരു ചട്ട വാങ്ങുവാൻ. ഇപ്പോൾ തന്നെ അവൾ യുവതിയാണ്. അവൾക്ക് നല്ല വസ്ത്രം, കീറാത്ത വസ്ത്രം, നാണം മറയ്ക്കാനുള്ള കീറാത്ത വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് പിതാവിന്റെ ഉത്തരവാദിത്വമാണ്. തന്റെ ദരിദ്രനായ പിതാവിന് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അവൾ കീറി തുടങ്ങിയ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ ഇളങ്കാരിൽ അയാളൊന്ന് മയങ്ങി. ഭയങ്കരമായ ഒരു സ്വപ്നം. ആ വാഴയെല്ലാം വെട്ടിയിരിക്കുന്നു. ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓരോ വാഴപ്പിണ്ടിയും എഴുന്നേറ്റ് അയാളോട് പറയുന്നു, അല്ലയോ ഉദാരനായ കർഷക, ഞങ്ങൾ പോകട്ടെ. നമ്മെ ഭിന്നിപ്പിച്ച് നിർത്തുകയും വെട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണരീതിക്ക് ഉടനെ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ രാജ്യം വരുന്നു. ആ നിതാന്ത സ്വതന്ത്രമായ ഭൂമിയിൽ വെച്ച് നമുക്ക് ഇനിയും കാണാം. നമസ്കാരം. പെട്ടെന്ന് അയാൾ മുറിപ്പോയി. ഉറക്കത്തിൽ ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു. എന്താണ്? തന്റെ വാഴയെല്ലാം വെട്ടിയിട്ടിരിക്കുന്നു. രക്തം പുരണ്ട വാഴപ്പിണ്ടികൾ എഴുന്നേറ്റ് എന്ന്, രക്തം പുരണ്ട വാഴപ്പിണ്ടി, ഓരോ വാഴപ്പിണ്ടിയും രക്തം പുരണ്ട എഴുന്നേറ്റ് എന്ന് തന്നോട് ഇങ്ങനെ പറയാൻ, ഉദാര മനസ്സിനായ അല്ലയോ കർഷക, താങ്കൾ ഞങ്ങൾ പോകട്ടെ. നമ്മളെ ഭിന്നിപ്പിച്ച് നിർത്തി വെട്ടിയിൽ ഉപയോഗിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഭരണരീതി ഒരു മാറ്റം വരും. നിങ്ങളുടേതായ കർഷകർക്ക്
കർഷകരെ സംരക്ഷിക്കുന്ന, സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാവുന്ന ഒരു ലോകം വരും. ആ ലോകത്ത് എല്ലാവരെയും സംരക്ഷിക്കുന്ന, പാവങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള, അവന്റെ വികാരം മനസ്സിലാക്കുന്ന, അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ലോകം നമുക്കുണ്ടാകും. ആ ലോകത്ത്, അങ്ങനെ ലോകത്ത് നമുക്ക് കാണാം. നമസ്കാരം എന്ന് പറഞ്ഞ് ആ വാഴപ്പിണ്ടികൾ അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞ് പോകുന്നതായി അദ്ദേഹം ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു. അത് ഇവിടെ വെച്ച് നമുക്കിന്ന് പാഠം അവസാനിപ്പിക്കാം. അടുത്ത ബാക്കിയുള്ള ക്ലാസ്. ഓക്കെ, ശരി.